വി.ഡി. സതീശനോട് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. സുനിൽ, ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന വിധമുള്ള PR വർക്കാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എവിടെ നോക്കിയാലും മുൻപന്തിയിൽ സതീശൻ്റെ കട്ടൗട്ടുകളാണുള്ളത്. യഥാർത്ഥത്തിൽ സതീശൻ ഇത് ബോധപൂർവം ഏതെങ്കിലും PR വർക്ക് ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകർ ചെയ്യുന്നതാണോ? ഇപ്പം ഹാരി ഈ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വി.ഡി. സതീശനോട്, പ്രത്യേകിച്ച് വി.ഡി. സതീശനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ അവർക്ക് ഈ സതീശനോട് ചോദിക്കുവാനുണ്ട്. കാരണം രാഷ്ട്രീയ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത ഒരു PR വർക്കിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സത്യം ഏതാണ്, മിഥ്യ ഏതാണ് എന്ന് ഒരാൾക്ക് പോലും, ഈവൻ സതീശന് പോലും ചിലപ്പോൾ പടച്ചുവിടുന്ന കാര്യങ്ങൾ അത് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ അയാൾക്ക് പോലും വിശ്വസിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അതിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു PR ക്യാമ്പയിൻ ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കാരണം വാസ്തവവും, അതായത് ഈ റിയാലിറ്റിയും ഇവരുടെ ഈ മാനിപ്പുലേഷനും, സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു ക്യാമ്പയിനാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മെറ്റിക്കുലസ്ലി ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ച് അദ്ദേഹം വളരെ സട്ടിലായിട്ട് ക്യാമ്പയിൻ തുടങ്ങി വരുന്ന ഒരാളാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ആരാകണമെന്ന ആ ഒരു ചർച്ചകൾ മുറുകുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് സതീശന് കിട്ടുവാൻ കാരണം വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സിസ്റ്റം PR ക്യാമ്പയിൻ, ഒരു ടീം, സുസജ്ജമായ ഒരു ടീമുണ്ട്. വളരെ ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിനായിട്ട് ഇവർ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അതിൽ ഒരു പരിധിവരെ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ഈ വി.ഡി. സതീശനാണ്. അപ്പോൾ അത് സുനിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ട് കാലത്തോളം MLA ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് വി.ഡി. സതീശൻ. അതെ, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പോൾ 25 കൊല്ലം സാമാജികനായിരുന്ന ഒരാളാണ് ഇത്രയും വലിയ PR ക്യാമ്പയിൻ നടത്തുന്നത് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിതാപകരമായ ഒരവസ്ഥ. മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി എന്ത് PR വർക്കാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മുൻ കാലഘട്ടത്തിലുള്ള ഓരോ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ PR ക്യാമ്പയിൻ ഒന്നും അതല്ലെങ്കിൽ ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഒന്നുമല്ല അവർ നേതാക്കന്മാരായി വന്നു. അവർ എമേർജ് ചെയ്ത് വരികയായിരുന്നു, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നു. ഇപ്പോൾ ഈ 25 വർഷം ഒരു സാമാജികനായിരുന്ന ഈ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം, അതായത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള പറവൂരിലുള്ള ജനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളോ ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നേട്ടം, അല്ലെ സതീശന്റെ ഭരണ നേട്ടം, അല്ലെ സതീശന്റെ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഒന്നുമില്ല, ഒരു പദ്ധതി എടുത്തു പറയാൻ പറ്റത്തക്ക. അതെ. അന്നേരം കേരളത്തിലെ ജനങ്ങൾ സതീശനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട വി.ഡി. സതീശ, കഴിഞ്ഞ 25 കൊല്ലം താങ്കളെ പറവൂരിലെ ജനങ്ങൾ 5 തവണ തുടർച്ചയായി വിജയിപ്പിച്ചു വിട്ടു. ആ വിജയിപ്പിച്ചു വിട്ട താങ്കൾ ആ പറവൂരിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി? അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉപയോഗപ്രദമായ കാര്യങ്ങൾ എന്ത് ചെയ്തു? അതിലെല്ലാം ഉപരി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആസ് എ ലീഡർ താങ്കൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊരു ചോദ്യമാണ് ഒന്നാമതായി ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. അതെ, പിന്നെ അങ്ങനെ ആലോചിച്ച സുനിൽ, അവിടെ ഒരു പ്രതിരോധത്തിനുള്ള ഒരു വഴി ഞാൻ കാണുന്നുണ്ട്. ഇപ്പം ലോട്ടറി തട്ടിപ്പ് ശക്തമായി ഉന്നയിച്ച നേതാവാണ് അദ്ദേഹം, അക്കാര്യം മറന്നു പോകരുത്. അതുകൂടി സുനിൽ ഞാൻ ഓർമ്മിപ്പിക്കണം. ഇപ്പം ഹാരി പറഞ്ഞ ആ ലോട്ടറി തട്ടിപ്പ് ഇദ്ദേഹം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായത് ഇത്തരത്തിലുള്ള ആ ഒരു ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിനെതിരെയുള്ള ആ ഒരു ചർച്ചയിലൂടെയാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രൊഫഷണൽ കൊട്ടേഷൻകാരനായി മാറിയ ഒരു ഇവൻ്റായിരുന്നു. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി പ്രോസ്പെക്റ്റായ തൻ്റെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായ ഡോക്ടർ തോമസ് ഐസക്കിനെ വെട്ടണമെന്നുണ്ടെങ്കിൽ ഇയാളെ
തീർക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഗ്രാവിറ്റി ഉള്ളൊരു വിഷയം ഉണ്ടാക്കണം. അങ്ങനെ ഈ പിണറായി വിജയനും സംഘവുമാണ് ഈ ലോട്ടറി വിഷയവുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസും അവർ സതീശനെ ഏൽപ്പിക്കുകയായിരുന്നു. സതീശൻ ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ആ കിട്ടിയ ഇൻപുട്ടും ഡീറ്റെയിൽസും അടക്കം ഇയാളൊന്ന് പ്രസൻറ്റ് ചെയ്തു എന്നത് മാത്രമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഫഷണൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ നമുക്കതിനെ സൂചിപ്പിക്കാൻ പറ്റൂ. അത് പിണറായി വിജയന്റെ കൊട്ടേഷൻ ആയിരുന്നു. തോമസ് ഐസക്കിനെ തീർക്കുവാൻ വേണ്ടി ഉള്ളൊരു കൊട്ടേഷൻ ആയിരുന്നു. അതിനപ്പുറത്തേക്ക് വി ഡി സതീശൻ ഈ കഴിഞ്ഞ 25 കൊല്ലം എന്താണ് ചെയ്തേക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മളെ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞ കെ കരുണാകരനെ ഉദാഹരിക്കാം. ഇപ്പോൾ അദ്ദേഹമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവന്ന് കല്ലൂർ സ്റ്റേഡിയം കൊണ്ടുവന്നത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു ക്യാബിനറ്റ് പവറാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അങ്ങനെ ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ 25 വർഷങ്ങൾ സാമാജികനായി പിന്നിടുമ്പോൾ പോലും ഒരു തവണ പോലും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം പോലും കിട്ടിയില്ല എന്നതാണ് ജനങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. അവിടെ ഞാൻ ഇടപെടുന്നതിന് ക്ഷമിക്കണം സുനിൽ. കാരണം അവിടെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ സമരം ചെയ്തോ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ അല്ല വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ സുഗമമായ വഴിയിലൂടെയാണ് വി ഡി സതീശൻ്റെ ആ രാഷ്ട്രീയ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഒരു MLA അതിൽ നിന്ന് വീണ്ടും MLA ആകുന്നു, വീണ്ടും MLA ആകുന്നു, അവസാനം പ്രതിപക്ഷ നേതാവാകുന്നു. വലിയ റിസ്ക് ഒന്നും കേരള രാഷ്ട്രീയത്തിൽ എടുക്കാതെ വളർന്നു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനെ കാണുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഹാരി പറഞ്ഞതാണ് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ചോദ്യം. കാരണം കൃത്യമായി പറഞ്ഞു, ആ ഓരോ പടവുകൾ താണ്ടി KSU, അതുപോലെ യൂത്ത് കോൺഗ്രസ്, അതുപോലുള്ള ഓരോ പടവുകൾ താണ്ടിയാണ് സാധാരണഗതിയിൽ എല്ലാ നേതാക്കന്മാരും വന്നിരിക്കുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ഒരു കെട്ടിയിറക്കപ്പെട്ട ഒരാളാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രദ്ധേയമായ ഒരു യുവജന സമരം നയിക്കുകയോ ഏതെങ്കിലും ഒരു ജയിലിൽ കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടി ഇദ്ദേഹം ഫൈറ്റ് ചെയ്തത് നേടിയെടുക്കുകയോ ചെയ്താൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അന്നേരം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് അന്നം കൊടുത്ത, ഇദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്ന എല്ലാവർക്കിട്ടും അങ്ങനെയുള്ള ആൾക്കിട്ട് പാര പണിതുകൊണ്ട് അവൻ്റെ കുതികാല് വെട്ടി, അവൻ്റെ കുതികാല് ഞരമ്പ് വെട്ടിയിട്ടാണ് ഇവൻ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാം. അതാണ് ജനങ്ങൾ ചോദിക്കുന്ന നാലാമത്തെ ചോദ്യം. കാരണം ഇയാളെ കൈപിടിച്ച് ആപത്ഘട്ടത്തിൽ ചേർത്ത് നിർത്തിയ ജോസഫ് വാഴക്കനെ തന്നെ ഇയാൾ ഇത്തവണ ജോസഫ് വാഴക്കനെ പോസ്റ്റർ അടിച്ചാണ്. അതെ, ആ ജോസഫ് വാഴക്കനെ തന്നെ വെട്ടി ഒതുക്കുവാനായിട്ട് ഇയാൾ ശ്രമിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ സംബന്ധിച്ചോളം രമേശ് ചെന്നിത്തലയൊക്കെ ഇപ്പോൾ സങ്കടപ്പെടുന്നത്, വിഷമിക്കുന്നത് ഞാൻ ഈ പാമ്പിനാണല്ലോ പാല് കൊടുത്തത് എന്ന് കരുതിയാവും. അങ്ങനെ ആരൊക്കെ ഇയാളെ കൈപിടിച്ച് കൊണ്ടുവന്നോ. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് ഇയാളുടെ കുടുംബം തകരാതെ, നമുക്കറിയാം ആ ഒരു അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഉപേക്ഷിച്ച് പോകുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ആ കുടുംബം തകരാതെ രക്ഷപ്പെട്ടത്. ആ ഉമ്മൻചാണ്ടിക്കെതിരെയാണ് ഇയാൾ 2016 എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന് അന്ന് 2016 എടുത്ത് ഉപയോഗിക്കുവാൻ പറ്റാവുന്ന കത്തി കൊടുത്ത, ആയുധം കൊടുത്ത, 2016 പിണറായി വിജയൻ അധികാരത്തിലേറുവാൻ വേണ്ടുന്ന വെടിമരുന്ന് വിതറിക്കൊടുത്ത നരാധമനാണ് ഈ വി ഡി സതീശൻ. അങ്ങനെയുള്ള ഒരു വി ഡി സതീശന് എങ്ങനെ ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ പറ്റും? ചുരുക്കത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളാണ് സതീശൻ. യാതൊരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റോ ഈ പ്രസ്ഥാനത്തോടോ. അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇദ്ദേഹത്തിന് ഉപയോഗിച്ചൊരു ടേം എന്ന് പറഞ്ഞൊരു സോഷ്യോപാത്ത് എന്നാണ്. കാരണം ഇയാൾക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇയാളുടെ കുടുംബത്തോടില്ല, ഇയാളുടെ കൂടെ നിൽക്കുന്നവരോടില്ല. ഇയാൾക്കുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തോട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, അദ്ദേഹത്തിൻ്റെ കംഫർട്ട് മാത്രമേ ഇദ്ദേഹം നോക്കിയിട്ടുള്ളൂ, നോക്കത്തുമുള്ളൂ. അതിനു വേണ്ടിയിട്ട് പിണറായി വിജയന് വേണ്ടി വന്നാൽ പിണറായി വിജയനെ പോലെ ഉപയോഗിക്കാം. അന്നേരം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്, ജനങ്ങൾ ചോദിക്കേണ്ടുന്ന അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു അടിമയോ ഏജന്റോ ബിസിനസ് പങ്കാളിയോ അല്ലേ എന്നാണ്. കാരണം നമ്മൾ പറഞ്ഞു 2016 പിണറായിക്ക് വിജയന് വരുവാനുള്ള വഴിമരുന്നിട്ട് കൊടുത്തു. ഇത് ഏറ്റവും അഴിമതി നിറഞ്ഞൊരു ഭരണമാണ് എന്ന തരത്തിൽ ഇയാൾ ഓടി നടന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അതിനുശേഷം 2021 വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി തുടർഭരണത്തിനുള്ള അവസരമുണ്ടാക്കി. അതുപോലെ 2026 ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ കഴിഞ്ഞ 25 കൊല്ലം ഇയാൾ തന്നെ പറഞ്ഞു, ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് കപ്പ് എനിക്ക് പല പദവികൾ നഷ്ടപ്പെട്ടു, മന്ത്രി പദവികൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൃത്യമായി ഇവൻ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു, സതീശ നിങ്ങൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിക്കരുത് എന്ന് ഇദ്ദേഹത്തിന്
രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഒരു ഹിന്റ് നൽകി. അതാണോ ഗ്രൂപ്പ് ഡാൻസ് മതി? അത് നേരത്തെ തന്നെ ഇതോട് പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന്റെ ആ ഒരു വൺമൻ ഷോ കളി കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഏത് ഡയമെൻഷനിലേക്കാണ് ഇത് പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ കുടിലബുദ്ധിക്കാരനായ ഈ 25 കൊല്ലവും സാമാജികനായി നടന്ന ഇദ്ദേഹത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് മുതലാണ്. ഒരു പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ പോലും ആരും ഇയാളെ ശ്രദ്ധിച്ചില്ല. ഈ രാഹുൽ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് ശരിക്കും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളെ സാധാരണ ജനങ്ങൾ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് പോലും ഇയാളുടെ ഒരു എഫക്റ്റീവ് അല്ലായിരുന്നു. ഇതിന് ശേഷമാണ് അവിടെ ഞാൻ ചോദിച്ചില്ല, ഈ രാഹുൽ വിഷയം വന്ന സമയത്ത് രാഹുലിൻ്റെ ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്ന സമയത്ത് തന്നെ സതീശൻ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഞങ്ങളിപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്, ഈ ആരോപണങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, അങ്ങനെ ആയിരുന്നില്ലേ പറയേണ്ടത്? അതിന് പകരം സതീശൻ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഈ ആരോപണം. അത് ഈ രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന ആളെ തകർക്കുക എന്നുള്ള ഒരു സ്കെച്ചിന്റെ ഭാഗമായിട്ടാണോ അതിന്റെ? ഈ കേരളത്തിലുള്ള സകല അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും ജനങ്ങളും ഏറ്റവും ഉച്ചത്തിൽ ഇയാളെ മുന്നിൽ കണ്ടാൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം അതാണ്. കാരണം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ 2026 പിണറായി വിജയന് തുടർഭരണം ഒരുക്കി കൊടുക്കുവാൻ, പിണറായി വിജയൻ്റെ ആ ഭരണ തുടർച്ച കൊണ്ടുണ്ടായ ആ ഭരണകൂട വിരുദ്ധ വികാരം ഡൈല്യൂട്ട് ചെയ്യുവാൻ, അതുപോലെ തന്നെ ഇവരുടെ ഭരണ പരാജയങ്ങൾ, കാരണം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പിണറായി വിജയൻ മാത്രമേ ഇന്നും ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരുടെ പറയാൻ പറ്റും? 1 2 3 അങ്ങനെയുള്ള ഡെമ്മുകളെ ഇരുത്തി പിണറായി വിജയൻ നടത്തിയ ആ ഏകാധിപത്യപരമായ ആ ഭരണവും ആ ഭരണകൂട പരാജയവും മറച്ചു വെക്കുവാൻ വേണ്ടുന്ന ആ ശ്രദ്ധ തിരിക്കൽ, ഒരു അറ്റൻഷൻ ഡൈവേർട്ടിംഗ് ടാക്ടീസിന് ലീഡ് ചെയ്ത, ഏറ്റവും സഹായം ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് വി ഡി സതീശൻ പിണറായി വിജയന് 3ാമതും തുടർഭരണം ഒരുക്കുവാനുള്ള, അന്ന് നമ്മളിട്ട ആ പേര് ഇച്ചിരി ഒരു അൺപാർലമെൻ്ററി ആയ ഒരു പദമായിരുന്നു. ജട്ടി വിപ്ലവം എന്നാണ് നമ്മളതിന് ആ പേര് കൊടുത്തത്. ആ ജട്ടി വിപ്ലവത്തിൻ്റെ നായകനാണ് ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞത്. നമ്മൾ 350 ദിവസം മുമ്പ് നമ്മളൊരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അന്ന് പലരും ചിരിച്ചു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വളരെ സോളിഡായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇദ്ദേഹം 2016 2020 ചെയ്ത പോലെ തന്നെ പിണറായി വിജയന് തുടർഭരണം ഒരുക്കി കൊടുത്ത് വീണ്ടും പ്രതിപക്ഷ നേതാവായി ഇയാൾക്ക് ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുക, ഇയാളെ ഒതുക്കുവാൻ ശ്രമിച്ച നേതാക്കന്മാരെ അഡ്രസ് ഇല്ലാതാക്കുക എന്ന ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഇയാൾ പോകുന്നത്. അതുപോലെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പും, തങ്കമണി സംഭവം മുതൽ സൂര്യനെല്ലി സംഭവം മുതൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലം ഒരു അടിപ്പാവാടയോ ഒരു അടിവസ്ത്രത്തിൻ്റെയോ സഹായത്താലാണ് സരിത സോളാർ ഇങ്ങനെയുള്ള പെണ്ണുകേസുകളിലൂടെയാണ് ഇടതുപക്ഷം ഭരണം പിടിക്കുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ അവർ കൃത്യമായി അവർ പ്രൊഫഷണലായി ഇതിനകത്ത് അങ്ങനെ മാസങ്ങൾക്ക് മുമ്പേ അതിനുള്ളൊരു തേൻകണി ഒരുക്കി അതിൽ മാസങ്ങളോളം ആ രസചരട് പൊട്ടാതെ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താണ്ടി അവസാന ലാപ്പ് വരെ 3ാം തുടർഭരണം ഒരുക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടി മെറ്റിക്കുലസ്ലി ഒരു തിരക്കഥ, ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തു. അത് സ്പിയർ ഹെഡ് ചെയ്യുവാനായിട്ട് പിണറായി വിജയനും സംഘവും ഏൽപ്പിച്ച ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. കാരണം വി ഡി സതീശനിൽ അവർക്ക് ഉറപ്പുണ്ട്. കാരണം ഇയാളുടെ ഒറ്റ കാരുണ്യം കൊണ്ടാണ് 2016 ഭരണം കിട്ടിയതും ഭരണ തുടർച്ച ഉണ്ടായതും. ഇതുപോലൊരു കിഴങ്ങന്മാർ പ്രതിപക്ഷം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ രണ്ടാമത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു തുടർഭരണം എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ല. അന്നേരം അത്രത്തോളം പതറ്റിക്കായിട്ടുള്ള, പ്രതീക്ഷയില്ലാത്ത, ജനങ്ങൾ ഇവനേക്കാളും ഭേദം ഈ പിണറായി ആണെന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ വീണ്ടും ഒരു ഭരണം ഉണ്ടായത്. അന്നേരം അതിൽ പരം ഒരു ഭരണപരാജയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറെ ഒരു എക്സാമ്പിൾ ഇല്ല. അങ്ങനെ ഈ പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി യത്നിച്ച ആ ക്യാമ്പയിൻ്റെ ലീഡറായ ഇയാൾ എത്രായിരം കോടിയാണ് മേടിച്ചത് നമുക്കറിയില്ല. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രശ്നം അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ നോക്കുക. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വൈബ്രൻ്റ് ആയിട്ടുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡറെ തന്നെ തേൻകണിയിൽ ഇവർ പെടുത്തി. എല്ലാവരെയും ഷാഫി അടക്കമുള്ള സകല യൂത്ത് നേതാക്കന്മാരും ഒതുങ്ങി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആ വിഷയം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മുതിർന്ന പാർലമെൻറ്റേറിയൻ എന്ന നിലയ്ക്ക്, 25 കൊല്ലം സാമാജികനായി എക്സ്പേർട്ടായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇതുപോലെയുള്ള ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനെ ഒരു ചെറിയ പുഞ്ചിരിയോടെ, ആഹാ ഇപ്രകാരം ഒരു പരാതി ഉണ്ടോ, രാഹുലേ ഇങ്ങി വാ, രാഹുലിനെതിരെ ഇപ്രകാരം ഒരു പരാതി വരുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം,
എന്ന് ഒരു ചോദ്യം ആ രാഹുലിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു മാന്യത ഉണ്ടായിരുന്നു. കൂടെ നിന്ന ഇയാൾക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത, പാലക്കാട് മിന്നും വിജയം സമ്മാനിച്ച, ഈ ചത്തുകിടന്ന പ്രസ്ഥാനത്തിന് ജീവൻ ഉണ്ടാക്കി കൊടുത്ത ആ യുവനേതാവിനെ വിളിച്ച് അയാളോടൊരു ചോദ്യം പോലും ചോദിക്കാനുള്ള മാന്യത കാണിച്ചില്ല എന്നത് ഒന്നാമത്തെ തെറ്റ്. 2, കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ കയറെടുക്കുക എന്ന പഴഞ്ചൊല്ലി പോലെ ഇപ്രകാരം ആരോ എവിടെ നിന്നോ ഒരു ഊഹാപോഹം വിളിച്ചു പറഞ്ഞപ്പോൾ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഈ ഇടതുപക്ഷത്തിൻ്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ചാനലിലൂടെ ഒരു എക്സ്ക്ലൂസീവ് അടിച്ചു വന്നു എന്ന് പറഞ്ഞ് ആ സെക്കൻഡിനുള്ളിൽ വി.ഡി. സതീശൻ രംഗത്ത് വന്ന് ഇയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അന്നേരം അപ്രകാരം ഒരു നടപടിയെടുക്കലിലൂടെ പറയാതെ പറയുന്നത്, ഒരു പ്രതിപക്ഷ നേതാവ് അപ്രകാരം ഒരു നടപടി എടുക്കുമ്പോൾ അത് കൺവേ ചെയ്യുന്നത് ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ തെറ്റുകാരനാണ്. ഇയാൾ തെറ്റുകാരനാണ് എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് പാർട്ടി ഇത്രയും മിടുക്കനായ ഒരു യുവനേതാവിനെതിരെ നടപടിയെടുത്തത് എന്നൊരു സന്ദേശമാണ് അതിലൂടെ കൊടുത്തത്. എന്നാൽ അതിന് പകരം വി.ഡി. സതീശൻ ഈ ആരോപണം വന്നപ്പോൾ അയാൾ പറയുകയാണ്, ഇപ്രകാരം ഒരു വളരെ ഗുരുതരമായ പരാതി ലഭിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിനെ വളരെ ഗൗരവതരമായി കാണുന്നു. ആ പരാതിക്കാർ എത്രയും വേഗം നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം ഇയാൾക്കെതിരെ പരാതി കൊടുക്കുക. ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും നടത്തത്തില്ല. പോലീസ് സ്വതന്ത്രമായി ആ കേസ് അന്വേഷിക്കട്ടെ. ആ കേസ് അന്വേഷിച്ച് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ചാൽ അന്ന് ഇയാളെ പാർട്ടിയിൽ നിന്നും ടെമ്പററി അല്ല, പൂർണ്ണമായും ഞങ്ങൾ പുറത്താക്കും. പക്ഷേ ഇത് ആരോപണം മാത്രമാണ്. കാരണം മറുസൈഡിലിരിക്കുന്ന എത്രയോ ബലാത്സംഗ വീരന്മാർ, പീഡന വീരന്മാർ, വ്യഭിചാരികൾ, പി ശശി അടക്കമുള്ളവർ അമ്മമാരോട് ഇരിക്കുമ്പോൾ, അതെ, അപ്രകാരമുള്ളവന്മാരിയ്ക്കുമ്പോൾ ഞങ്ങളത് ചെയ്തു കഴിഞ്ഞത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് പോലീസ് അന്വേഷിക്കട്ടെ എന്നൊരു നിലപാട് അന്ന് ഈ വ്യക്തി എടുത്തിരുന്നെങ്കിൽ ആ ആരോപണത്തിന്റെ മുന അവിടെ ഒടിഞ്ഞേനേയും. ഈ 6 മാസക്കാലം ഈ പാർട്ടി ഒന്ന് ഓർക്കണം, ഇയാൾക്ക് ഈ പാർട്ടിയോടോ ഈ പ്രസ്ഥാനത്തോടോ എന്തെങ്കിലും ഒരു നേരും നെറിയോ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ ഇപ്രകാരം ഒരു നടപടി എടുക്കത്തില്ലായിരുന്നു. അപ്രകാരം ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇയാളുടെ ഈ നാറിയ നിലപാട്, ബോധ്യം എന്നും പറഞ്ഞെടുത്ത ഈ നടപടി കൊണ്ടാണ് കഴിഞ്ഞ 6 മാസക്കാലം പിണറായി വിജയനും സംഘത്തിനും അവരുടെ ഭരണകൂട പരാജയം മറച്ചുവെക്കാൻ സാധിച്ചു. ശബരിമല കൊള്ള ശ്രദ്ധ തിരിക്കാൻ പറ്റി. ആൻറ്റി ഇൻക്യുമ്പൻസി ഫാക്ടർ, കടുത്ത ആ ഭരണകൂട വിരുദ്ധ വികാരം കുറഞ്ഞു വന്ന് ഇവിടുത്തെ സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ആ വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ രാഹുല് ബലാത്സംഗമാണോ ചെയ്തത്, മറ്റേതാണോ ചെയ്തതെന്നുള്ള ഈ നാറിയ ചർച്ചകളിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ചിന്തയെ മലീമസമാക്കി ഇവന്മാർ വീണ്ടും രക്ഷപ്പെടുവാനും ഉള്ള അവസരമുണ്ടാക്കി. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് സുനിൽ, ഈ രാഹുൽ പാലക്കാട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന സതീശൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു സതീശൻ്റെ ഒരു ആലോചന, പറവൂർ അദ്ദേഹത്തിനെതിരായിട്ട് രാഹുൽ മത്സരിക്കും എന്നുള്ളൊരു ആലോചന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് തോന്നുന്നുണ്ട്. പക്ഷെ രണ്ടിടത്തും രാഹുൽ വളരെ കൃത്യമായി അതൊരു കെണിയായിരുന്നു അല്ലേ? അന്നേരം സതീശൻ മറുപടി പറയേണ്ടുന്ന, അല്ലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം അതാണ്, രാഹുൽ മാങ്കൂട്ടത്തെ. അതായത് രാഹുലിനെ ഇത് കൃത്യമായി ഒതുക്കിയതാണ്, ഇത് തേൻകണിയാണ്, പിണറായി വിജയന് വേണ്ടി ഇയാളെ തീർക്കാനുള്ളൊരു ക്യാമ്പയിനാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു മിടുക്കനായ ഒരു യുവനേതാവ് അയാളുടെ ഒരു ടെമ്പർമെൻ്റ് അനുസരിച്ച് ഇതിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട്ടോ അല്ലെങ്കിൽ പറവൂരോ മത്സരിക്കണം, അപ്രകാരം മത്സരിച്ചാൽ ഞങ്ങൾ മിന്നും വിജയം സമ്മാനിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ ആരംഭിച്ച ആ മിഷൻ 250 ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ 10,000 അപ്രകാരം പ്രതികരിച്ചു. സതീശൻ പറയേണ്ടുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തെ എന്തു പറഞ്ഞാണ് പിന്തിരിപ്പിച്ചത്, എന്തു പറഞ്ഞാണ് ഇയാളെ വിരട്ടിയത്? നമുക്കറിയുവാൻ സാധിക്കുന്നത്, നീ എനിക്കെതിരെ പറവൂരിൽ മത്സരിച്ചാൽ നിനക്കെതിരെ പോക്സോ കേസ് ഞാനിടും, ആ പോക്സോ കേസ് ഇട്ട് നിന്നെ അകത്തിടും, നീ മറ്റു കേസുകളിൽ രക്ഷപ്പെട്ടെങ്കിൽ പോക്സോ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നീ വരുന്ന 10 കൊല്ലത്തേക്ക് പുറത്തിറക്കാത്ത രീതിയിൽ ഞാൻ പണി തരുമെന്ന് പറഞ്ഞ് ഇയാളെ വിരട്ടിയത് കൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാതിരുന്നത്? അന്നേരം ഇപ്രകാരം ഈ നാറിയ പണി ചെയ്ത ഈ വി.ഡി. സതീശനോട് ജനങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, വി.ഡി. സതീശ താൻ എന്തു പറഞ്ഞാണ് രാഹുലിനെ ഒതുക്കിയത്, മത്സരിപ്പിക്കാനത്? പിന്നെ കളങ്കിതനാണ് പി ശശി. നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് CPM തന്നെയാണ്, അല്ലാതെ കോൺഗ്രസ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരു കളങ്കിതനായ ഒരാളെ, ലൈംഗികാരോപണം ഉള്ള കളങ്കിതനായ ഒരാളെ ഇവിടെ മത്സരിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത്
അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നം സതീശന്റെ അതെ, ഭാഗത്തുണ്ട്. അതാണ് ഹരി പറഞ്ഞതാണ് മറ്റൊരു സുപ്രധാനമായ ചോദ്യം ജനങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് ധാർമ്മികതയുടെ അല്ലെങ്കിൽ സ്ത്രീ അതിക്രമത്തിനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതെ, ഇപ്രകാരം ഒരു സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ ശക്തമായ നടപടിയെടുക്കുന്ന ഞങ്ങൾ, സ്ത്രീകളുടെ ആ എംപവർമെന്റിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞു നിന്ന ആ VD സതീശൻ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിലപാടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീപീഡന കേസിലും സാമ്പത്തിക തട്ടിപ്പിലും അഴിമതിയിലും പാർട്ടി പുറത്താക്കിയ ഈ പി ശശിയെ പിടിച്ച് അവിടെ മത്സരിപ്പിക്കുവാൻ, അതും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാനുള്ള ആ അവസരം കൊടുത്തതിന് എന്ത് എക്സ്പ്ലനേഷനാണ് സതീശ തനിക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുവാനുള്ളത്? താങ്കളുടെ നിലപാടും ബോധ്യവും ഒക്കെ എവിടെ പോയി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശശി അതെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PV അൻവറിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ VD സതീശനെതിരെ ഉയർത്തിയത്. അതായത് മീൻവണ്ടിയിൽ കൊണ്ടുവന്ന AICCയുടെ 30 കോടി രൂപ കള്ളൻ എന്ന് നിയമസഭയിൽ മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞ PV അൻവർ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് ആ കോൺഗ്രസ് പാർട്ടിയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നേതാവിൻ്റെ DNA ടെസ്റ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞ ആ PV അൻവറെ എന്ത് ബോധ്യത്തിൻ്റെ, എന്ത് നിലപാടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് ഒരു അസോസിയേറ്റ് ആക്കി അയാൾക്ക് ഷാളും അണിയിച്ചു കൊടുത്ത് അയാളെ ഉമ്മ കൊടുത്ത് സ്വീകരിച്ചത്? അത് ഏത് ബോധ്യത്തിൻ്റെയും നിലപാടിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് ഇയാൾ പറയണം. ബേപ്പൂരിൽ സീറ്റും കൊടുത്തു. അന്നേരം ഇയാൾക്ക് അന്നേരം ഈ PV അൻവറിനേക്കാളും മ്ലേച്ഛനായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരെ അവസാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോടതിയുടെ ഒബ്സർവേഷൻ വന്നു. ഇവരുടെ ആരോപണം എന്ന് പറയുന്നത് ബലാത്സംഗം എന്നായിരുന്നു ആ 3 കേസുകളിലും വന്നത്. ആ 3 കേസുകളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അസംഘടിതമായി പ്രഖ്യാപിച്ചു. ആ 3 കേസുകളിലും പ്രഥമ ദൃഷ്ട്യാ തന്നെ ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഫണ്ടമെന്റലി ആ കേസ് തന്നെ പാളിപ്പോയി. അതിനുശേഷം രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഇയാളെ ഏതാണ്ട് തിരിച്ചെടുക്കും, പാലക്കാട് ഇദ്ദേഹത്തിന് മത്സരിപ്പിക്കാൻ അനുമതി കൊടുക്കും എന്ന ഏതാണ്ട് ഒരു ഘട്ടം വന്നപ്പോൾ തന്നെ ഇദ്ദേഹം ഈ പറയുന്ന ഇയാളുടെ ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അങ്ങനെ VD സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്രയും നാറിയ കളി കളിക്കുവാൻ സ്വന്തം പാർട്ടിയിലെ ഒരു യുവനേതാവിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സുസജ്ജമായി ഇവർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ആ സമയത്ത് ഇത്തരം തേൻകണികളും ഇത്തരം യുവനേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കി താൻ എന്ത് നേടി, തൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവനായിരുന്നുവെങ്കിൽ, താനൊരു നേതാവായിരുന്നുവെങ്കിൽ ചേർത്ത് നിർത്തുകയാണോ അതോ അവൻ്റെ നാഭിക്കിട്ട് കുത്തുവാണോ ചെയ്യേണ്ടിരുന്നത്? ഇത് താനൊരു നേതാവാണോ എന്നുള്ളൊരു ചോദ്യമാണ് മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കുക. തീർച്ചയായിട്ടും. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾ റാപ്പിഡ് ഫയർ പോലെ ഇദ്ദേഹത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു പുനർജനി തട്ടിപ്പ്. ആ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്നും തട്ടിയെടുത്ത കോടികൾ സതീശ നിങ്ങൾ എവിടെ ചെലവഴിച്ചു? ആ വിദേശത്തു നിന്നും പിരിച്ച പണം എവിടേക്ക് കൊണ്ടുപോയി എന്ന് ജനങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കോൺഗ്രസിലെ മിടുമിടുക്കന്മാരായ പഴയ ലാംബി സ്കൂട്ടറിൽ നടന്ന ആ VD സതീശൻ, ആ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ ഭാര്യയെ ഇയാൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ആ വിഷയം വരുന്നു. അപ്രകാരം മ്ലേച്ഛത പ്രവർത്തിച്ച ആ VD സതീശനെ ആ സ്ത്രീ തെറി വിളിച്ചതുപോലെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒറ്റ രാഷ്ട്രീയ നേതാവ് പോലും അത്രയും തെറിവിളി കേട്ടിട്ടില്ല. അപ്രകാരം മ്ലേച്ഛനായ ഈ VD സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്രകാരം ഒരു നടപടിയെടുക്കുവാൻ എങ്ങനെ ശക്തിയുണ്ടായി? അതാണ് മറ്റൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരായ എറണാകുളത്ത് തന്നെ സിമി റോസ്ബെൽ ജോൺ പോലെയുള്ള AICC അംഗമായിരുന്ന, പാർട്ടിയിൽ നിന്നും ഓരോ ഘട്ടത്തിൽ നിന്നും കയറി വന്ന ആ മെറിറ്റോറിയസ് ആയിട്ടുള്ള സിമി റോസ്ബെൽ ജോൺ അടക്കമുള്ള വളരെ പ്രതിഭാധനരായ നേതാക്കന്മാരെ ഒതുക്കിയത് ഇയാൾക്ക് അവിടെ യാതൊരു പൊട്ടൻഷ്യലായിട്ടുള്ള യാതൊരു ത്രെട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ? അതുപോലെ തന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന എല്ലാ നേതാക്കന്മാരെയും ഇദ്ദേഹം ഒതുക്കി. അവസാനം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരുന്നു? ഇവർ പറഞ്ഞു വിസ്മയം കാണുമെന്ന് ഇയാൾ പറഞ്ഞു. എന്ത് വിസ്മയം? അതായത് നോക്കുക, ഇത്രയും സമയം കിട്ടിയിട്ട്, ഇത്രയും ധാരാളം അവസരം കിട്ടിയിട്ട്, കനകുലു പോലെയുള്ള യുമാരുടെ ഏജൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞത് കേട്ട് കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുന്ന അവസ്ഥയുണ്ടായി. പൊളിഞ്ഞു തകർന്നു നിൽക്കുന്ന KSRTCയിൽ ജനങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്നും പിന്നെ 1000 രൂപ പെൺകുട്ടികൾക്ക് കൊടുക്കുമെന്നും ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് വളരെ ഫണ്ണിയായി. അതെ, നമ്മുടെ തമിഴ്നാട്ടിലും ആസാമിലും ഒക്കെ പറയുന്ന സാധനങ്ങൾ പറഞ്ഞിട്ട്, എന്നാൽ ഇവിടുത്തെ കേരളത്തിലെ അടിസ്ഥാന വർഗമായ നമ്മുടെ കർഷകർക്ക്
വേണ്ടി എന്ത് പദ്ധതി ഉണ്ടാക്കും? അതുപോലെ തന്നെ ഇവിടുത്തെ മുക്കിന് മദ്യഷാപ്പുകൾ, ബെവ്കോകളും ബാറുകളും പിണറായി വിജയൻ തുറന്നിട്ടിരിക്കുകയാണ്. ഇവർ തുറന്ന ഈ ബാറുകളുടെ കാര്യത്തിൽ, ഈ ബെവ്കോയുടെ കാര്യത്തിൽ UDFിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ലോൺ എടുത്ത് അവിടെ എന്ത് പണി ചെയ്താണെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞ് ഇവർ നാട് വിട്ടു പോകുന്നു. അവരെ ഇവിടെ നിർത്തുവാൻ, അവരെ എന്റർപ്രണേഴ്സ് ആക്കി മാറ്റുവാൻ എന്ത് പദ്ധതി? അതുപോലെ തന്നെ ഇവിടെ PSCയെ നോക്കുകുത്തിയാക്കി പുറംപാതിൽ നിയമനങ്ങൾ ഇവർ നടത്തി. അത് നിർത്തി പരമാവധി PSC വഴി ഇവിടെ എംപ്ലോയ്മെൻറ്റ് കൂട്ടുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചീത്തപ്പേരുണ്ട്, ഒരു ലേബർ മിലിറ്റൻസി അല്ലെങ്കിൽ ഈ ട്രേഡ് യൂണിയനിസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്ലേസാണ് ഇവിടെ ഇൻഡസ്ട്രികൾ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി ഇവിടെ ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരു എൻ്റർപ്രണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് സംവിധാനങ്ങൾ ഉണ്ടാക്കാം, അതങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഇവർക്ക് പറയുവാനോ ഒരു സജഷനായിട്ടോ ഇവർക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഓൾട്ടർനേറ്റീവ് എനർജി സംവിധാനം, അത് ഇവർക്ക് എന്ത് പദ്ധതി? വിസ്മയം കാണും എന്ന് പറഞ്ഞതല്ലാതെ. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു അതിനിടയ്ക്ക് ഒരു ചോദിച്ചില്ല, ഒരു സർവേ വന്നു. ഇപ്പം 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ വന്നല്ലോ. അതെ, ഇതിൽ ഇവിടെ മാത്രമാണ് ഈ മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ടുള്ള ഇതിൽ 2ാം സ്ഥാനത്ത് സതീശനാണ്, 1ാം സ്ഥാനത്ത് പിണറായിയാണ്, 2ാം സ്ഥാനത്ത് അതെങ്ങനെ വന്നു? ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം അങ്ങനെ? ഇതാണ്, അതായത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഈ സർവേകൾ കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കാനുമായിരിക്കുന്ന മറ്റൊരു ചോദ്യം അത്. അതാണ്, ഈ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളെല്ലാം ഇതുപോലെ പ്രീ പോളും എക്സിറ്റ് പോളും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ കേരള സംസ്ഥാനത്ത് മാത്രമാണ് ഈ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ഒരു സർവേ നടത്തിയത്. എന്തുകൊണ്ടാണ് ഇവർക്ക് കേരളത്തിൽ മാത്രം ഇപ്രകാരം ഒരു ചോദ്യം? ഇതുപോലൊരു മത്സരം മറ്റൊരു സംസ്ഥാനങ്ങളില്ലേ? അന്നേരം ഇവർക്കറിയാം ഉറപ്പായിട്ടും ഇത്തവണ ട്രെൻഡ് അനുസരിച്ച് UDF തരംഗമായിരിക്കും, UDF ആണ് വരുന്നത് ഉറപ്പാണ്. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഹൈപ്പത്തറ്റിക്കൽ, അതാണ് ആ സ്ട്രാറ്റജിസ്റ്റുകളുടെയും PR ടീമിൻ്റെയും ഒരു കുബുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം അതിനകത്ത് എന്താ, പിണറായി വിജയന് 1ാം സ്ഥാനം പറയുമ്പോൾ പിന്നെ 2ാമതാരാ? VD സതീശനാകും എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തരം പ്രചാരണങ്ങൾ നടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ മനോരമ അടക്കമുള്ള ഇവിടുത്തെ ഈ പ്രസിദ്ധീകരണങ്ങളും ഇയാളുടെ പണം മേടിച്ച് തിന്നുന്ന ചില PR മാധ്യമങ്ങളും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. 91% മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളത് VD സതീശൻ. ഇവർ എന്തിൻ്റെ ബേസിൽ, എന്ത് സർവേ, എന്ത് തരം ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ഇപ്രകാരം ഒരു ഡിസിഷനിൽ എത്തിയതെന്ന് പറയാൻ ഇവർ ബാധ്യസ്ഥര, ആരും പറയുന്നില്ല. അന്നേരം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള പ്രൊപ്പഗൻഡകൾ നടത്തും. ഒന്ന് ഓർത്തു നോക്കുക, പോരാളി ഷാജിമാർ വരെ ഇന്ന് VD സതീശന് വേണ്ടി PR നടത്തുന്നു. അങ്ങനെ സകല മാധ്യമങ്ങളിലെയും, അതായത് ഇയാളുണ്ടാക്കിയ ഈ അവിഹിത മാർഗത്തിലൂടെ കഴിഞ്ഞ 5 കൊല്ലം പിണറായി വിജയൻ്റെ അടിമയായി നിന്ന് ഈ ഉണ്ടാക്കിയ എല്ലാ തട്ടിപ്പുകളുടെയും 50% വീതം കിട്ടിയത്, അതുപോലെ തന്നെ ഇത്തവണ ഈ 3ാമതും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി കിട്ടിയ ഈ കോടികളെല്ലാം വെച്ച് ഇയാൾ ഈ പണികളെല്ലാം ചെയ്തിട്ട് അവസാന നിമിഷം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, എന്നിട്ടും ഇത്രയേറെ പരിപാടികളും ക്യാമ്പയിൻ ചെയ്തിട്ട് പോലും ഈ പിണറായി വിജയൻ്റെ ഈ നാറിയ വെറുപ്പേര് കൊണ്ട് മനമെടുത്ത ജനങ്ങൾ എന്തൊക്കെ സംഭവിച്ചാൽ തന്നെയും ഇവനെ തൂത്തെറിയുമെന്ന് ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അതും എൻഗേജ് ചെയ്യാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്യുന്നു? ആ കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ സകലം ഏറ്റവും അപകടകരമായ അവസ്ഥ. നമ്മൾ മിഷൻ 250 എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. പിണറായി വിജയൻ്റെ ആ നാറിയ 10 വർഷത്തെക്കാളും വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും ഈ വൃത്തികെട്ട VD സതീശൻ വന്നാൽ. കാരണം ഇവിടുത്തെ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്തു. ഈ ചില മാധ്യമങ്ങൾക്കൊക്കെ അത്യാവശ്യം നമ്മൾ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് കണ്ടെത്തിയ ആ മാധ്യമങ്ങളിലെ ആ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ അടക്കം എടുത്ത് ഇയാൾ ഈ VD സതീശൻ്റെ വാഴ്ത്തുപാട്ടുകൾ പാടുത്തവരാക്കി. അങ്ങനെ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് PR ക്യാമ്പയിൻ നടത്തുന്നു. സകല PR ഏജൻസികളെയും വിലക്കെടുത്ത് ക്യാമ്പയിൻ നടത്തുന്നു. ഡിജിറ്റൽ മാധ്യമങ്ങളെ, റീച്ചുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളെ എടുത്ത് ഈ സീഡിംഗ് ക്യാമ്പയിൻ എന്ന് പറയും, ഇയാളാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ജനപ്രതിനിധിയുള്ള ഒരു നേതാവ് എന്നുള്ള തരത്തിലേക്കുള്ള ക്യാമ്പയിനുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതുപോലെ ഈ അന്തിചർച്ചക്കാരന്മാർ, പ്രധാനപ്പെട്ട ചർച്ചകളിൽ പോകുന്ന നമ്മുടെ പ്രധാനപ്പെട്ട അന്തിചർച്ചക്കാരന്മാരെ എല്ലാം ഡെയിലി വേജസിന് ഈ മെയ് 5-ാം തീയതി വരെ എടുത്തിട്ട് ഇവരെ കൊണ്ട് ഇയാൾക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാക്കുന്നു. സകലമാന സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്ങുകളും വെക്കുന്നു. അഭിപ്രായ സർവേകൾ നടത്തുന്ന ഏജൻസികൾക്ക് നടത്തുന്നു. അതുപോലെ 100 കണക്കിന് ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് 100,000 റീൽസുകളാണ് ഓരോ ദിവസവും പടച്ച് വിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ എവിടെ നോക്കിയാലും ഒരു സതീശൻ വൈബ്, സതീശൻ ട്രെൻഡ് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ നാറി
മുഖ്യമന്ത്രി പോട്ടെ, പറവൂരിൽ നിന്ന് ജയിച്ചു പോലും കയറരുതെന്ന് ആഗ്രഹിക്കുന്ന 90-99% ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇയാൾ അത്രത്തോളം ഇയാൾ പറഞ്ഞു എന്തിൻ്റെ പേരിലാണ് നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയുന്നത്. ഒന്ന്, ഈ 25 വർഷമായിട്ട് ഇയാൾ എന്ത് കോൺട്രിബ്യൂഷൻ കേരളത്തിന് നൽകി, അല്ലെങ്കിൽ പാർട്ടിക്ക് നൽകി. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വിജയിപ്പിക്കുവാൻ എന്ത് സ്ട്രാറ്റജിയാണ് ഇയാൾ ഉണ്ടാക്കിയത്. ഈ ടീമങ്ങളെ നോക്കുക, മിടുക്കന്മാരായിട്ടുള്ള യുവ നേതാക്കന്മാരെ എല്ലാം തേൻകടിയിൽ പേടിപ്പിച്ച് വിരട്ടി യുവമാരെ പിന്നാമ്പുറത്താക്കി. ഇതല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കിയതല്ലാതെ ഇയാൾ എന്താണ് ചെയ്തത്? ഈ പെയ്ഡ് മാധ്യമങ്ങളിലൂടെ ഇയാൾ കുറേ ചപ്പളാച്ചി അടിച്ചതല്ലാതെ ഇയാൾ എന്താണ് കോൺട്രിബ്യൂഷൻ നടത്തിയത്? ഇവിടുത്തെ പിണറായി വിജയൻ്റെ ഈ തീവട്ടിക്കൊള്ളക്കെതിരെ ആ ജനരോക്ഷം കണക്കിലെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധം പോലും നടത്തുവാൻ ഇയാൾക്ക് സാധിച്ചു. രാഹുലിനെ എടുത്ത് ദൂരെ കളഞ്ഞ ശേഷം ഈ ഉമ്മാർക്ക് വെട്ടിയിറക്കിയ ആ കിഴങ്ങന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം പോലും നടത്തുവാൻ, എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിച്ചു. അന്നേരം ഏതൊരു വിധത്തിൽ നോക്കിയാൽ പോലും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹിക വിമത്താണ്. ഈ ഒരു യൂസ്ലെസ്, ഒരു ഷിറ്റിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ അമേദ്യമാണ് ഇയാൾ. കാരണം ഈ 25 കൊല്ലം കൊണ്ട് ഈ ലാമ്പി ഓടിച്ച് നടന്ന ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരിൽ നിന്നും ഒരു തീവട്ടിക്കൊള്ളക്കാരനിലേക്ക് ആയിരക്കണക്കിന് കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ള ഒരു തീവട്ടിക്കൊള്ളക്കാരനായിട്ട് വളർന്നു എന്നതിനേക്കപ്പുറം ഇയാളെ കൊണ്ട് യാതൊരു ഗുണവും കേരളത്തിനുണ്ടായിട്ടില്ല, ഈ പാർട്ടിക്കുണ്ടായിട്ടില്ല. ഇയാൾ സകല തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തുകയാണ്. ഇയാൾ യാതൊരു തരത്തിലും ഒരു ലീഡറായിട്ടിരിക്കുവാൻ യോഗ്യനല്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടുന്ന ഒരു മുതലാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇത് നമുക്ക് ചർച്ച ചെയ്താൽ നമ്മളൊരു 5 ദിവസം ഇരുന്ന് ചർച്ച ചെയ്താൽ ഇത് തീരത്തില്ല. അതുപോലെയുള്ള ചോദ്യങ്ങൾ എണ്ണി ഇയാളോട് നമുക്ക് ചോദിക്കുവാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് ഈ ചോദ്യങ്ങൾ ഇനിയും ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. നമുക്ക് ഇത്രയും സമയപരിമിതി ഉള്ളത് കൊണ്ടും ആളുകളുടെ ആ സമയത്തെ നമ്മൾ മാനിക്കുന്നത് കൊണ്ടും ഫോർ എ ടൈമിംഗ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ അവസാനിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.